ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റി റെസിപ്പീസ്. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റിയായ ഫ്രൂട്ട് സാലഡാണ്. അതിനായിട്ട് ഞാൻ കണ്ടൻസ്ഡ് മിൽക്ക്, ഫ്രഷ് ക്രീം, പിന്നെ കുറേ ഫ്രൂട്ട്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രഷ് ക്രീം ഞാൻ സാധാരണ അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് യൂസ് ചെയ്യാറുള്ളത്. ഇപ്പോൾ മാർക്കറ്റിൽ അമൂലിൻ്റെ ഫ്രഷ് ക്രീം എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇവിടുത്തെ ഒരു ബ്രാൻഡിലെ ഫ്രഷ് ക്രീം എടുത്തിരിക്കുന്നത്. ഇനി ഒരു മിക്സിംഗ് ബൗൾ എടുക്കുക. അതിനകത്ത് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം ചേർക്കുകയാണ്. കൂടെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ട്, കിവി ഫ്രൂട്ട്, പോമിഗ്രാനേറ്റ്, പിയേഴ്സ്, ഇനി ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ആപ്പിൾ പീസസ്, പിന്നെ മാമ്പഴത്തിൻ്റെ പീസസ്. ഇത് ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രേപ്സ്, പൈനാപ്പിൾ ഇതൊക്കെ ചേർക്കാം. ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട് വേണമെങ്കിലും നമുക്ക് ഇതിലോട്ട് ചേർക്കാവുന്നതാണ്. ഇനി ഞാൻ ഫ്രഷ് ക്രീം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഞാൻ ഒരു 4 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ട് എല്ലാം യോജിക്കുന്ന തരത്തിൽ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഞാൻ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാൻ പോവുകയാണ്. ഞാൻ ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത്. ഓരോരുത്തരുടെ സ്വീറ്റ് ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് ഇതിൽ കൂടുതലും ചേർക്കാം കണ്ടൻസ്ഡ് മിൽക്ക്. ഇനി ഇത് നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്യുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് സാലഡ് റെഡിയായി കഴിഞ്ഞു. ഇത് വളരെ സിമ്പിളാണ്, വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. ജസ്റ്റ് നമുക്ക് 3 ഇൻഗ്രീഡിയൻറ്റ് മതി. ഫ്രൂട്ട്സും ഫ്രഷ് ക്രീമും കണ്ടൻസ്ഡ് മിൽക്കും മാത്രം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഫ്രൂട്ട് സാലഡ് റെഡിയാക്കി എടുക്കാൻ കഴിയും. കുട്ടികൾക്ക് ഇത് വളരെ ഇഷ്ടപ്പെടും. ഇനി ഞാനിത് ഒരു ഗ്ലാസ് ബൗളിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മേലിൽ ഞാൻ കുറച്ച് കാഷ്യൂ നട്ട്സും ഡ്രൈഡ് ക്രാൻബെറീസും കുറച്ച് വാൾനട്ട്സ് പൊടിച്ചതും കുറച്ച് ബദാം പൊടിച്ചതും ചേർത്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാണ്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.